പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. ഇന്ന് നമ്മൾ പാസ്കൽ നിയമം എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. എന്താണ് പാസ്കൽ നിയമം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു അടച്ചിട്ട ഒരു പാത്രത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളൊരു ചെറിയ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ പ്രഷർ തുല്യമായി, അതേ പ്രഷർ തുല്യമായിട്ട് എല്ലാ ഭാഗത്തേക്കും പ്രസരണം ചെയ്യപ്പെടും. അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നൊന്ന് ഇവിടെ കാണിച്ചു തരാം. ഇപ്പൊ നോക്കുക, ഇങ്ങനെ ഒരു പാത്രം വിചാരിക്കുക. അതായത് ഇങ്ങനൊരു പാത്രം സങ്കല്പിക്കുക. ഇങ്ങനത്തെ ഒരു പാത്രമാണ്. അതിൽ ഇവിടെ ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്, അതാണ് അവിടെ വരച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ചെറിയ ഫോഴ്സ്, ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കണം വിചാരിക്കുക. അപ്പൊ ഇവിടെ ഒരു പ്രഷർ ഉണ്ടോ, പി ഉണ്ടോ, അതെന്തായിരിക്കും F/, ഇവിടുത്തെ ഏരിയക്ക് അല്ലേ, ഇതാണ് പ്രഷർ. ആ പി എന്നൊരു പ്രഷർ ഉണ്ടായി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ എത്ര ഉണ്ടാവുക, പി അല്ലേ. ഇവിടെ കംപ്ലീറ്റ് ഇതിൽ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഈ പ്രസരണം ചെയ്യപ്പെടും. എത്ര തന്നെ ഇതില് എത്രയായിട്ട്, പി ആയിട്ട് തന്നെ, ഒക്കെ പി ആയിട്ട് എത്ര ഏരിയ ആയിരിക്കും, ഇത്ര ഏരിയയിലേക്ക്. അപ്പൊ ഇവിടുത്തെ ഏരിയ വിചാരിക്കുക, ഇവിടുത്തെ ഏരിയ ഇവിടുത്തെ 5 മടങ്ങുണ്ടെങ്കിൽ 5 മടങ്ങിരിക്കുക അതേ പ്രഷർ. ഈ പ്രഷർ ഇല്ലേ, ഇതിന്റെ ഇരട്ടി ഏരിയ ഉണ്ടെങ്കിൽ പ്രഷർ തുല്യമായിരിക്കുമല്ലോ. ഇവിടുത്തെ പ്രഷർ ഈക്വൽ ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ ഇവിടെയും അത് എത്ര തന്നെ പ്രഷർ ഉണ്ടാവും, ഈക്വലായിട്ട് പ്രഷർ ചെയ്യപ്പെടും. ഇവിടെ ഇപ്പൊ 10 ന്യൂട്ടൺ ഉണ്ടായി വിചാരിക്കുക പ്രഷർ. അപ്പൊ ഇവിടെയൊക്കെ 10 എല്ലാ ഇതിലും ഈ ഓരോ ഇതുണ്ടല്ലോ, യൂണിറ്റ് ഏരിയയിലും പി 10 ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ ഏരിയ 100 ഉണ്ടെങ്കിൽ ഇതിന്റെ 10 ഇരട്ടി ഉണ്ടെങ്കിൽ ഇവിടെ 10 ഇരട്ടി ഫോഴ്സ് ഉണ്ടാവും. എന്താ കാരണം, പ്രഷർ സെയിം അല്ലേ. ഇവിടെ ഏരിയ 10 ഇരട്ടിലേക്ക് മാറില്ലേ. അപ്പൊ ഇങ്ങോട്ടുള്ള ഫോഴ്സ്, ഇവിടെ കൊടുക്കണ ഫോഴ്സ് അങ്ങോട്ട് ഉണ്ടാവും, കൂടും. ഏരിയ കൂടുന്ന ഫോഴ്സ് കൂടും. പ്രഷർ തുല്യം എല്ലായിടത്തും തന്നെയാണ് ഇതന്നെ. പക്ഷെ ഏരിയ കുറയുമ്പോഴാ ആ എല്ലാ ഏരിയയിലേക്ക് ആ പ്രഷർ വ്യാപിക്കും ഇല്ലേ. ആ പ്രഷർ എല്ലാ ഏരിയയിലും അനുഭവപ്പെടും. യൂണിറ്റ് ഏരിയയിലാണ് പ്രഷർ എന്ന് പറയാ. ഇതിന്റെ എല്ലാ ആ ഏരിയയിലും സെയിം പ്രഷർ അനുഭവപ്പെടും. എന്ന് വെച്ചാൽ ആ ഏരിയയിലേക്ക് അപ്പൊ എത്ര മടങ്ങാവും, എത്ര ഏരിയ ഉണ്ടോ അത്ര മടങ്ങിലേക്ക് അത് വ്യാപിക്കും. ഉദാഹരണം വെച്ചാല് ഇവിടെ നമ്മള് 100 ന്യൂട്ടൺ കൊടുത്തു വിചാരിക്കുക. 100 ന്യൂട്ടൺ കൊടുത്തു. ഏരിയ 10 സ്ക്വയർ മീറ്റർ വിചാരിക്കുക, 10 മീറ്റർ സ്ക്വയർ. അപ്പൊ ഫോഴ്സ് എത്രയായിരിക്കും, പ്രഷർ 100/10 ന്യൂട്ടൺ ആയിരിക്കും പ്രഷർ അല്ലേ. അപ്പൊ ഈ ഭാഗത്ത് എല്ലാ സ്പോട്ടിലും 10 പ്രഷർ എത്രയായിരിക്കും, 10 തന്നെ ആയിരിക്കും. ഇവിടുത്തെ ഏരിയ 1000 മീറ്റർ സ്ക്വയർ വിചാരിക്കുക. ഇവിടുത്തെ ഏരിയ, അപ്പൊ ഇത് 1 മീറ്റർ സ്ക്വയറിൽ 10 വരുന്നില്ലേ. അപ്പൊ ഇതിൽ 1000 ആണെങ്കിൽ 1000 × 10 വരും. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തത് 100 ന്യൂട്ടൺ ആണെങ്കിൽ ഇപ്പോഴത്തെ എത്ര ന്യൂട്ടണാ കിട്ടുക, 1000 × 10 10000 ന്യൂട്ടണായിട്ട് ഇവിടെ കൊടുത്ത ഫോഴ്സ് 10 ന്യൂട്ടന്റെ കൊടുത്തെങ്കിൽ അപ്പുറത്തെ എത്ര വരും, 10000 ന്യൂട്ടൺ ആയിട്ട് കന്നു അല്ലേ. കാരണം ഇതിന്റെ എത്ര ഇരട്ടിയുണ്ട്, ഇതിന്റെ 10 അല്ലേ. ഇവിടെ 1000 100 ഇരട്ടിയുണ്ട് അല്ലേ. ഇവിടെ ഏരിയ 10 ആയിരുന്നു, ഇവിടെ ഏരിയ എത്രയായി, 1000 ആയി. അതിന്റെ 100 ഇരട്ടിയല്ലേ. അപ്പൊ ഫോഴ്സ് എന്നുള്ളത് എത്രയായി, 100 ഇരട്ടി 10000 ആയി. അപ്പൊ 100 ന്യൂട്ടൺ കൊടുക്കുന്നത് 10000 ന്യൂട്ടൺ ആയിട്ട്
ഇതാണ് ഏതിന്റെ നമ്മൾ ഏതിന്റെയൊക്കെ അത് ലിഫ്റ്റ് വലിയ ഭാരങ്ങൾ പൊക്കണില്ലേ, അത് JCBയുടെ ഒക്കെ ചെറിയ ഫോഴ്സിന് എത്ര മടങ്ങായിട്ട് വരും? മറ്റേ അപ്പുറത്തുനിന്ന് വലിയൊരു അപ്പൊ ഫോഴ്സ് കൂടും. അതുകൊണ്ടാണ് നമുക്ക് JCB ഒക്കെ ഉപയോഗിച്ച് തെങ്ങൊക്കെ പറിക്കാൻ പറ്റുന്നത്. കൊടുക്കുന്ന ഫോഴ്സിന് എത്ര മടങ്ങാക്കാൻ പറ്റും? ഹൈഡ്രോളിക്, മനസ്സിലായ? ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ച് ഇങ്ങനത്തെ ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ കൊടുക്കുന്ന ഫോഴ്സിനെ എത്രയോ 100 മടങ്ങ് എത്രയോ മടങ്ങായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാം. അപ്പൊ അങ്ങനെ നമുക്കപ്പോ കൂടുതൽ ചെറിയ ഫോഴ്സിനെ നമുക്ക് പല മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാം. അപ്പൊ ഈ തത്വം ഉപയോഗിച്ച് ഒരു ഉപകരണം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫോഴ്സിനെ പല മടങ്ങ് ഫോഴ്സ് ഉപയോഗിക്കുന്ന, ഒരു മനുഷ്യന് ഉപയോഗിക്കുന്ന ഫോഴ്സിന് ചെറിയൊരു ഫോഴ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രോളിക് ഉപയോഗിച്ച് പല മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാം. എന്താണ് അതിന്റെ പ്രത്യേകത? അതാണ് പാസ്കൽ നിയമം എന്ന് വെച്ചാല് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ദ്രാവകത്തിന്റെ ഒരു ചെറിയ ഭാഗത്ത് നമ്മൾ ഒരു നിശ്ചിത ഏരിയയിൽ നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ പ്രഷർ എല്ലാ ഭാഗത്തേക്കും അതേ പ്രഷർ എല്ലാ ഭാഗത്തും സൃഷ്ടിക്കപ്പെടും, എല്ലാ ഏരിയയിലും സൃഷ്ടിക്കപ്പെടും. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ, അപ്പൊ ഏരിയ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. നമ്മൾ 10 മടങ്ങ് ഏരിയ വർദ്ധിപ്പിച്ചാൽ 10 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാം. അങ്ങനെ പല മടങ്ങിൽ നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? ഈ ഫോഴ്സ്, ഉയർന്ന ഫോഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഹൈഡ്രോളിക് ലിഫ്റ്റുകള്, ജാക്കികള് ഒക്കെ അതിന്റെ പ്രവൃത്തിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു കാര്യം ഇനി പഠിക്കാനുള്ളത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബെർണൗളിയുടെ സിദ്ധാന്തമാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ചലിക്കുന്ന വസ്തുവിന് എനർജി ഉണ്ട് എന്ന് പറഞ്ഞു ഇല്ലേ? ചലിക്കുന്ന വസ്തുവിന് എന്താണുള്ളത്? എനർജി ഉണ്ട് അല്ലേ? അതെന്ത് എനർജി എന്ന് പഠിച്ചേ? കൈനറ്റിക് എനർജി. പിന്നെ സാധനം ഉയരത്തിലിരിക്കുന്ന വസ്തുവിന് എനർജി നിന്ന് നമ്മൾ പഠിച്ചു. അതെന്ത് എനർജിയാ? ഉയരത്തിലിരിക്കുന്ന വസ്തുവിന് അതായത് അതിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. എന്താണ് പൊട്ടൻഷ്യൽ? അത് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മളൊരു ഈ ഇരിക്കുന്ന കല്ലിന്, ഭൂമിയിൽ തൊട്ടിരിക്കുന്ന കല്ലിനേക്കാൾ എനർജി ഉണ്ട്. എന്ത് എനർജി ഉള്ളത്? ഇതിന് ഉള്ളത് മുകളിലിരിക്കുക, ഇവിടെ ഇരിക്കുന്നേക്കാൾ കുറച്ചുകൂടി എനർജി കൂടും ഇതിന്റെ പുറത്തിരിക്കുമ്പോൾ. കുറച്ചുകൂടി എനർജി കൂടും, കുറച്ചുകൂടി പൊക്കുമ്പോൾ. അത് ഉയരത്തിനനുസരിച്ച് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ടിരിക്കും. ഇനി മറ്റൊന്ന്, അപ്പോ ഇനിയൊരു വെള്ളം, ഒഴുകുന്ന വെള്ളത്തിൽ എന്തൊക്കെ എനർജി ഉണ്ടോ? ഒരു പൈപ്പിൽ കൂടെ ഒഴുകുക എന്ന് വിചാരിക്കുക വെള്ളം. ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ട്, അതിങ്ങനെ മുകളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു പൈപ്പ് വരികയാണ്, ഇങ്ങനെ ഒഴുകി പോവാണ്. ഇങ്ങനെ ഒഴുകിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണു. അപ്പൊ ഇത് ഭൂമിയേക്കാൾ വളരെ ഇത് ഭൂമി വിചാരിക്കും, ഭൂമിന് കുറെ ഉയരത്തിൽ പൈപ്പ്, ഒരു പൈപ്പ് ഭൂമിയേക്കാൾ വളരെ ഉയരത്തിൽ നിൽക്കണം. അപ്പൊ ഇതിനെന്തൊക്കെ, ഇതിലത്തെ പോകുന്ന വെള്ളം വിചാരിക്കുക, ഇങ്ങനെ പോകുന്ന വെള്ളത്തിന് എന്തൊക്കെ എനർജി ഉണ്ടാവും? അതിന് മൂവ് ചെയ്യുന്നുണ്ട് ഇല്ലേ? കൈനറ്റിക് എനർജി ഉണ്ടാവും, എനർജി ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? പിന്നെ ഉയർന്നിരിക്കുന്നത് കൊണ്ട് അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും അല്ലേ? കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. ഉയരത്തിലല്ലേ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. കൂടാതെ ഇതിന് ഒരു ഇതില് സാധനം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലെന്ത് പല ഭാഗത്തും പ്രഷർ ഉണ്ടായിരിക്കും ഇല്ലേ? ഇവിടെ ഒരു പ്രഷർ ഉണ്ടായിരിക്കും, ഇതിൽ പല ഭാഗത്തും. അപ്പൊ പ്രഷറിന്റെ ഒരു എനർജിന്റെ ഒരു എന്തുണ്ടായിരിക്കും? അതിന് പ്രഷർ ഫോഴ്സ് ചെലുത്തുന്നില്ലേ? ഫോഴ്സ് ചെലുത്തുന്ന എനർജിനല്ലേ പറ്റുള്ളൂ. അതിന്റെ ഒരു എനർജിയും ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന് 3 എണ്ണത്തിന്റെ തുകയാണ് എന്ത്? അത് പ്രഷർ. ഇതിന്റെ തുകയായിരിക്കും എപ്പോഴും എന്ത്? ഇതിന്റെ അതാണ് ബെർണൗളി പറയുന്നത്. ബെർണൗളി ഒരു ദ്രാവകത്തിന് 3 തരം എനർജി ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി.
ഇതാണ് പറയുന്നത്. മനസ്സിലായ? അപ്പോൾ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ തുല്യം അത് എപ്പോഴും അതിനുണ്ടായിരിക്കും ഇല്ലേ? അപ്പൊ നമ്മളിപ്പോ അതിന്റെ ഉപയോഗം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പൈപ്പ് എന്തുണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ ഇങ്ങനെ പോണ പൈപ്പിന് നമ്മൾ പതുക്കെ അതിന്റെ ഇതിലൊഴുകിക്കൊണ്ടിരിക്കുന്ന ഇതിന് എന്തുണ്ടായിരിക്കും, ഇതിന്റെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ദ്വാരം കറച്ചു കഴിഞ്ഞാല് പ്രഷർ കൂടും അല്ലേ? അപ്പൊ ഈ ഇതെന്തിന് എനർജി ഇതിന്റെ എനർജിയുടെ ഇത് വന്നു, എന്ത് വ്യത്യാസം വന്നു? പ്രഷർ, അതായത് ഇതിന്റെ പ്രഷർ ഹൈറ്റിനനുസരിച്ചല്ലേ, ഹൈറ്റ് ഒക്കെ കുറഞ്ഞില്ല അല്ലേ? ഹൈറ്റ് കുറഞ്ഞപ്പോ അവിടുത്തെ എന്തുണ്ടാവും? ഹൈറ്റ് കുറയുമ്പോ പ്രഷർ ഇതിനനുസരിച്ച് ഉണ്ടാവുക. പ്രഷർ അല്ലാന്ന് ഇതിന്റെ ഇത് പൈപ്പിന്റെ ഇതില്ലേ ഇവിടെ ഫോഴ്സ്, പ്രഷർ ഹൈറ്റ് അനുസരിച്ചല്ലേ, എച്ച് അല്ലേ, എച്ച് അനുസരിച്ചല്ലേ പ്രഷർ. എച്ച് ഇതിങ്ങനെ ചെറുതാക്കുമ്പോ എന്തുണ്ടാവും? പ്രഷർ എന്തുണ്ടാവും? ഹൈറ്റ് കുറയില്ലേ, ആ പ്രഷർ എന്തുണ്ടാവും? പ്രഷർ കുറയില്ല ചെയ്യുക. കാരണം എന്താർത്ഥം? പ്രഷർ എങ്ങനെ ഉണ്ടാവുക? ഹൈറ്റ് കൂടുന്തോറല്ല പ്രഷർ. പക്ഷെ ഈ ഹൈറ്റ് കുറഞ്ഞു വരുന്ന എന്തുണ്ടാവും? അപ്പൊ ഈ വലിയ പൈപ്പിൽ ഇവിടെ വലിയ പ്രഷർ ഉണ്ടാവും, ഇവിടെ കുറച്ച് പ്രഷർ ഉണ്ടാവും. പക്ഷെ ഇത് പൈപ്പ് ഇങ്ങനെ ആവുമ്പോളാ, ചെറുതാവുമ്പോളാ അല്ലേ? അപ്പോ പ്രഷറിന്റെ എനർജി കുറയും അല്ലേ? അല്ലെന്ന് പ്രഷറിന്റെ എനർജി കുറയും അല്ലേ? അപ്പൊ ഉണ്ടായിരുന്ന എനർജി കുറയുമ്പോ എന്തുണ്ടാവും? അത് എനർജി, ഒരു എനർജി നശിപ്പിക്കാനോ ഉണ്ടാക്കാനോ കഴിയില്ല. ഒരു എനർജി കുറഞ്ഞത് വേറെ എനർജി ആയിട്ട് രൂപപ്പെടും. അപ്പൊ പ്രഷർ കുറയുമ്പോ എന്തുണ്ടായിരിക്കും? അത് ഉയരം വ്യത്യാസം വരുന്നില്ലല്ലോ. അപ്പൊ ബാക്കി എന്താ ചെയ്യുക? ഏത് എനർജി മാറാനേ പറ്റുള്ളൂ? പൊട്ടൻഷ്യൽ എനർജി ഉയരത്തിന് വ്യത്യാസം വരുത്താൻ പറ്റില്ലേ? അപ്പൊ നമ്മളൊരു പൈപ്പിന്റെ അടിയിൽ ഞെക്കി കഴിഞ്ഞിട്ട് അതിന്റെ വ്യാസം കുറച്ചൊന്നുണ്ടാവും. അത് കൈനറ്റിക് എനർജി കൂടുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി, നിങ്ങളൊരു പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഇതിന്റെ 3 സാധനം ഇല്ലേ, ഈ ഒരു എനർജി ഇത് പ്രഷർ കുറയും. പക്ഷെ അപ്പൊ പ്രഷർ കുറയുമ്പോ എന്ത് ചെയ്യണം? അത് ശരിയാക്കാനായിട്ട് സ്പീഡ് കൂട്ടിയിട്ട് കൈനറ്റിക് എനർജി കൂടിയിട്ട് അപ്പൊ അതിൽ കൂടെ വേഗത കൂടും. അത് അങ്ങനെ കൂടുമ്പോ പ്രഷർ അല്ല, അതിന് കൈനറ്റിക് വെലോസിറ്റി കൂടും, എനർജി കൂടും. മനസ്സിലായ? പ്രഷർ കൂടില്ലല്ലോ. പ്രഷർ കൂടണ ഹൈറ്റ് കൈനറ്റിക് എനർജി കൂടും. അപ്പൊ ഇതിന് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ പൈപ്പ് ഇല്ലേ, അവിടെ വെലോസിറ്റി കൂടും. ഇപ്പൊ ഇങ്ങനെ ഒരു പൈപ്പ് തന്നെ നിങ്ങളോട് പറയാൻ വിചാരിക്കുക, ഏത് ഭാഗത്താണ് ഇങ്ങനെ ഒരു പൈപ്പ് വന്ന് ഏത് ഇതിലല്ല ഈ വെലോസിറ്റിയിൽ വരാൻ വിചാരിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പോവാൻ വിചാരിക്കുക, ഇവിടെയും വീവാൻ വിചാരിക്കുക. അപ്പൊ എന്താ വെച്ചാല് ഇവിടെ എത്തുമ്പോ ഈ പോയ വെള്ളം, ഇത്ര വെള്ളം പോയിരുന്നത് ഇവിടെ എത്തുമ്പോ ഇത്ര വെള്ളം തന്നെ പോണ്. പക്ഷെ ഇവിടെ എത്തുമ്പോ ഇത്ര വെള്ളത്തിൽ ഇത്ര ഇവിടെ പോവാൻ പറ്റി ഇതില്ലല്ലോ. അപ്പൊ ഈ വെള്ളം തന്നെ പോണെങ്കിൽ എന്ത് ചെയ്യണം? സ്പീഡ് അപ്പൊ ഈ വെള്ളം തന്നെ ഇപ്പുറത്തൂടെ പോണെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളത്തോടെ പോണെങ്കിൽ സ്പീഡിൽ പോകണം. അപ്പൊ എവിടെയായിരിക്കും കൂടുതൽ വേഗത? ഇവിടെ ഈ ഭാഗങ്ങളില്. ഇനി നോക്കി, ഇത് നമ്മൾ ഈ നോസിൽ ഇങ്ങനെ ചെറുതാക്കും തോറും ഇവിടെ പോണ വെള്ളം ചീറ്റിന്ന് കാണാം അല്ലേ? അപ്പൊ അതാണ് അതിന് കാരണം. മനസ്സിലായേ? അതപ്പോ എന്താ വെച്ചാല് സഞ്ചരിക്കുന്ന സാധനത്തിന്റെ വീതി കുറയ്ക്കുമ്പോ അതിന് കുറച്ച് സ്ഥലത്തൂടെ പതുക്കെ പോയിരുന്ന സാധനം ഇതിലാക്കുമ്പോ വേഗത കൂടും. സ്ഥലം കുറയുമ്പോ എന്ത് ചെയ്യണം? ഇതിന്റെ എനർജി ഉണ്ട്. അപ്പൊ എനർജി ഉണ്ടായിരുന്ന സ്ഥലം കുറവാണെങ്കിൽ വേഗത്തിൽ ആക്കിയിട്ട് അത് നികത്തും. മനസ്സിലാ? അതാണ് അതിന് കാരണം. ഇത്തരം രസകരമായ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഫിസിക്സ് ഒക്കെ പഠിച്ചാൽ മതി എന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെ എഞ്ചിനീയറിങ്ങിനും ഒക്കെ വളരെ പ്രയോജനപ്പെടും. നിങ്ങൾ എഞ്ചിനീയറിംഗ് ചേരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് മറ്റുള്ള ഇനി ഇതുപോലെ മറ്റു വിഷയങ്ങൾ നമ്മൾ പിന്നെ ഇനിയത്തെ വരും ക്ലാസ്സുകളിൽ പഠിക്കാം. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ.